സുജിത്തിനെ മർദ്ദിച്ച ലുക്മാനും ഗുണ്ടകളും നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം, നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം, നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം, നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം. പോലീസല്ല ഗുണ്ടകളെ, പോലീസല്ല ഗുണ്ടകളെ, പോലീസെല്ലാം ഗുണ്ടകളല്ല, പോലീസെല്ലാം ഗുണ്ടകളല്ല, പോലീസെല്ലാം ഗുണ്ടകളല്ല. പോലീസെല്ലാം ഗുണ്ടകളല്ല. എന്നാലും ചില നാരികൾ, എന്നാലും ചില നാറികൾ അവരോടായി പറഞ്ഞേക്കാം, 8 മാസം കഴിഞ്ഞാൽ പിന്നെ, പിണറായിയുടെ ഭരണത്തെ പപ്പടം പോലെ പൊടിക്കും ഞങ്ങൾ, അമ്പരം പോലെ കറക്കും ഞങ്ങൾ. UDF ഭരണം മാറും ഓർത്തോളൂ, ഭരണം മാറും ഓർത്തോളൂ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. വിഷയധർണ സിന്ദാബാദ്, വിഷയധർണ സിന്ദാബാദ്, വിഷയധർണ സിന്ദാബാദ്, വിഷയധർണ സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രസിഡന്റ് സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഞങ്ങളുടെ ഓമന സോദരനെ, ഞങ്ങളുടെ ഓമന സോദരനെ, കുന്നംകുളത്തെ സുജിത്തിനെ, ക്രൂരമായി മർദ്ദിച്ച പോലീസിലെ തെമ്മാടികളെ, പിണറായി വിജയൻ രക്ഷിച്ചു, സസ്പെൻഷൻ എന്നൊരു ഓമനപ്പേരിൽ, കാട്ടിയിട്ട തെമ്മാടികളെ, പോലീസിൽ വെച്ച് സംരക്ഷിക്കും. പിണറായി വിജയ കേട്ടോളൂ, സുജിത്തിനെ മർദ്ദിച്ച ലുക്മാനും ഗുണ്ടകളും കേരള മണ്ണിലിറങ്ങില്ല. ആരിത് പറയുന്നറിയാമോ, നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം, നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധ സദസ്സിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ മനോജ് താഴെപ്പുറം. പ്രിയമുള്ളവരെ, ഏറെ ശക്തമായ രീതിയിലൊരു പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. കേരളത്തിൽ ഉടനീളം ഈ പ്രതിഷേധം ആളിക്കത്തുക. സൂചനാ പ്രതിഷേധം എന്ന നിലയിലാണ് ഇന്നത്തെ ഈ പ്രതിഷേധം നടക്കുന്നത്. നമുക്കറിയാം, അത് സൂചന കൊണ്ട് മാത്രം നടക്കില്ല. കേരളത്തിലെ കാക്കിയിട്ട ഗുണ്ടകളെ സംരക്ഷിച്ചുകൊണ്ട് പിണറായി വിജയനും സംഘവും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിതമേറെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരമൊരു സമരപരിപാടിയായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇന്നത്തെ ഈ ഞങ്ങളാണെങ്കിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. പോലീസിലുള്ള ഗുണ്ടകളെ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് എവിടം വരെ, ഏതറ്റം വരെ പോകണമെങ്കിലും ഞങ്ങൾ അനുകൂലമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷക്കീറാണ്. അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള DCCയുടെ ഉപാധ്യക്ഷൻ ശ്രീ സുദീപ് ജെയിംസ് ആണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ചാക്കോ,
സുരേഷ് ചാലാർത്ത് തുടങ്ങി എത്തിച്ചേർന്നിട്ട മുഴുവൻ നേതാക്കളെയും സ്നേഹപൂർവ്വം ഈ സമര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ ഭാഷണത്തിനായി ശ്രീ ഷഫീറിനെ ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാന്യനായ ഈ പ്രതിഷേധ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ സുദീപ് ജെയിൻ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജൂബിലി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ബ്ലോക്ക് മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, കേരളത്തിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമുക്കറിയാം. 2023 ഏപ്രിൽ മാസം 5-ാം തീയതി രാത്രി തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ചൊവ്വന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും ക്ഷേത്ര പൂജാരിയുമായിരുന്ന സുജിത്തിൻ്റെ കൂട്ടുകാർ വഴിയരികിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ നോമാൻ ഉൾപ്പെടെയുള്ള SI ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചോദ്യം ചെയ്യുകയും ആ കാരണം അന്വേഷിക്കാൻ ചെന്ന സുജിത്തിനെ അകാരണമായി മർദ്ദിക്കുകയും പോലീസ് സ്റ്റേഷനകത്ത് വെച്ചും പുറത്തു വെച്ചും അർദ്ധനഗ്നനാക്കി ക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. 2 വർഷക്കാലം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആ CCTV ദൃശ്യം ലഭ്യമാകുകയും കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഞാനും നിങ്ങളും കണ്ടത്. ആ പോലീസുകാരെ ഇപ്പോൾ സസ്പെൻഷനിലാണ്. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, സർവീസിൽ നിന്നും അവരെ പിരിച്ചുവിടുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ സമരവുമായി മുന്നോട്ട് വരും. ആ സമരം ജനകീയമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും സുജിത്തിനെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ നീതിപൂർണമായ നടപടിയെടുക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ സുദീപ് ജെയിംസിനെ ക്ഷണിക്കുന്നു. ശ്രീ ഷഫീർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജൂബിലി ചാക്കോ, ശ്രീ സുരേഷ് ഏട്ടൻ ഉൾപ്പെടെയുള്ള സുഭാഷ് മാസ്റ്റർ, ശ്രീ മജീദ് ഖാസിം, മുന്നോട്ട് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, ഈ സമരത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കാതെ തന്നെ നമുക്കെല്ലാ ആളുകൾക്കും അറിയാം. കേരളത്തിൽ സാക്ഷരതയുള്ള മുഴുവൻ ആളുകളും മനസ്സുകൊണ്ട് അപലപിച്ച ഒരു സംഭവത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനകത്തേക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമരപ്രഖ്യാപനം നടത്തി പ്രതിഷേധ സദസ്സുമായി നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ ക്രൂരമായ അക്രമം നടന്ന കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ KPCC പ്രസിഡന്റ് ഇതേ സമയത്ത് പ്രസംഗിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷന് മുമ്പിലും കേരളത്തിലെ ജനമനസാക്ഷിയുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധ സദസ്സുമായി നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്താ കാരണമെന്ന് ഞാൻ വിശദീകരിക്കട്ടെ. സുജിത്ത് എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെ അകാരണമായി, ഒരു കാരണവുമില്ലാതെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ മനസ്സാക്ഷിയെ മരവിക്കുന്ന രീതിയിലേക്കുള്ള ക്രൂരമായ ആ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ഇത്രയേറെ ക്രൂരന്മാരാണ് കുന്നംകുളത്തെ പോലീസ് എന്ന് നമുക്കെല്ലാം മനസ്സിലായത്. ഈ അക്രമത്തെക്കുറിച്ച് ഷഫീർ വിശദീകരിച്ചു. തൻ്റെ നാട്ടിലെ ഒരു കല്യാണത്തിൽ പങ്കെടുത്ത് തൻ്റെ നാട്ടിലെ കൂട്ടുകാർ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ, ഒരു വായനശാലയ്ക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ കുന്നംകുളത്തെ SI ഉൾപ്പെടെ ആ സ്ഥലത്തേക്ക് കടന്നു വന്ന് അവരെ പിടിച്ച് മർദ്ദിക്കുവാണ്. കാരണമില്ലാതെ മദ്യപിച്ചു എന്ന പേരിൽ മർദ്ദിക്കുവാണ്. ഇതറിഞ്ഞ് തൻ്റെ സഹപ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുന്നു എന്ന വാർത്തയെ അറിഞ്ഞ് സുജിത്ത് എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ പൂജാരിയായ ആ നാട്ടിലെ, സുജിത്തിനെ കാണാൻ കുന്നംകുളത്ത് പോയപ്പോൾ ആ നാട്ടിലെ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല സുജിത്തിനെ കുറിച്ച്. അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ, അവിടുത്തെ കച്ചവടക്കാർ, അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിയ ആളുകൾ, അവർക്കാർക്കും സുജിത്തിനെ കുറിച്ച് ഒരാക്ഷേപവുമില്ല. സുജിത്ത് എന്ന് പറയുന്ന മാന്യനായ മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായി നിൽക്കുന്ന, ദൈവത്തെ എല്ലാ ദിവസവും ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ വിഷയത്തിൽ വന്ന് ഇടപെടുകയാണ്. വന്ന ഉടനെ ആ ചെറുപ്പക്കാരനെ ഇതിൻ്റെ എല്ലാം മുഖ്യ പ്രതിസ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് അവിടുത്തെ SI ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വലിച്ച് പോലീസ് വണ്ടിക്കകത്തേക്ക് ഇടുന്നു. വണ്ടിക്കകത്തേക്ക് മർദ്ദിച്ച് കയറ്റി അദ്ദേഹത്തിൻ്റെ മുണ്ടുരിഞ്ഞു കളയുന്നു, ഷർട്ട് ഊരിക്കളയുന്നു. മുണ്ടും ഷർട്ടും ഊരിക്കഞ്ഞ് വിവസ്ത്രനാക്കി ആ വാഹനത്തിൻ്റെ അകത്ത് വെച്ച് സുജിത്തിനെ മർദ്ദിക്കുകയാണ്. വാഹനത്തിൻ്റെ അകത്ത് വെച്ച് സുജിത്തിനെ മർദ്ദിക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടിറക്കി ആ നിമിഷം മുതൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ആ സംഭവിച്ചത് CCTV ഉള്ള 3 പോലീസ് സ്റ്റേഷൻ്റെ റൂമിനകത്തുള്ള ദൃശ്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ.
അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലെ 2ാം നിലക്കകത്തേക്ക് കൊണ്ടുപോയി 41 പ്രാവശ്യമാണ് കാലിന്റെ വെള്ളയിൽ പോലീസിന്റെ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മർദ്ദിച്ചത് സുജിത്ത് തന്റെ അമ്മയുടെയും അച്ഛന്റെയും കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ആരും ആ ദൃശ്യങ്ങൾ വരുന്നതുവരെ ഇതിന്റെ ക്രൂരത മനസ്സിലാക്കില്ല. പക്ഷേ സുജിത്ത് നടത്തിയ പോരാട്ടത്തിലൂടെ തന്നെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ നീങ്ങി ആ സുജിത്തിന്റെ നടപടികൾക്ക് സുജിത്ത് നേരിട്ട ക്രൂരമായ അക്രമം പോലീസിൽ കോടതിയിൽ മനസ്സിലായപ്പോൾ ജഡ്ജി പറഞ്ഞു സുജിത്തിന്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടി പാടില്ല. സുജിത്ത് മദ്യപിച്ചു എന്ന് ആക്ഷേപിച്ചാണ് സുജിത്തിനെതിരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പോലീസ് പരിശോധിച്ചപ്പോൾ അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ട് രക്തപരിശോധന നടത്തിയപ്പോൾ സുജിത്തിന്റെ 2 പരിശോധനാ റിപ്പോർട്ടിലും മദ്യപിച്ചിട്ടില്ല എന്ന് ഒരു പൂജാരിയായ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് തൻ്റെ ക്ഷേത്രത്തിൽ തൻ്റെ ദേവനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ നാട്ടിലെ എല്ലാ മതവിശ്വാസികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ മദ്യപിച്ചു എന്ന കള്ളക്കേസ് ഉണ്ടാക്കിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ പൂജാരിമാരെ കുറിച്ച്, നമ്മുടെ ദേവാലയങ്ങളിലെ ആളുകളെ കുറിച്ച് നമുക്കെല്ലാം ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ അവരെ വണങ്ങുന്നതും അവരെ സ്നേഹിക്കുന്നതും അവരോടുള്ള അവർ ചെയ്യുന്ന പൂജയെ ആരാധനയോടെ കാത്തു നിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തെ പൂജിക്കുന്ന ഒരു മനുഷ്യൻ കള്ളുകുടിയനാണ് എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് ചുമത്തുവാണ് ഈ പോലീസ്. അദ്ദേഹത്തെ ആ കള്ളക്കേസിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുകയാണ് പോലീസ്. ഒരു ദിവസം രാത്രി 12 മണിക്ക് അറസ്റ്റ് ചെയ്ത സുജിത്തിനെ വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കുന്നവരെ മാറി മാറി കുന്നംകുളത്തെ പോലീസുകാർ, SI, ഡ്രൈവർ, CPO അല്ലെങ്കിൽ മറ്റ് അവിടെയുള്ള മുഴുവൻ പോലീസുകാരും മാറി മാറി മർദ്ദിക്കുകയാണ്. എന്താണ് പോലീസിനെ സുജിത്തിനെ മർദ്ദിക്കാൻ കാരണമുണ്ടാക്കിയത്? സുജിത്ത് ഒരു പൊതുപ്രവർത്തകരാണ്, യൂത്ത് കോൺഗ്രസിലെ മണ്ഡല പ്രസിഡന്റാണ്. അവിടെ നടക്കുന്ന എല്ലാ പൊതുവിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി അവിടെ നടക്കുന്ന പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന, പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, KSUക്കാരനാണ് എന്ന് കണ്ടാണ് സുജിത്തിനെതിരെ ആ നാട്ടിൽ പോലീസിന്റെ കണ്ണിലെ കരടായി മാറിയത്. സുജിത്ത് ചെയ്ത തെറ്റ് എന്ത് എന്ന് പറയാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സുജിത്തിനെ എന്തിനെ ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ വിഷയം സുജിത്ത് പരാതിയുമായി വന്നപ്പോൾ പോലീസ് എന്താ ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം എന്താ ചെയ്തത്? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ വീടിനടുത്തുള്ള പ്രദേശത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് അവരെ പണിഷ്മെന്റ് നടത്തിയെന്നാണ് പറഞ്ഞത്. സ്ഥലം മാറ്റിലാണ് പണിഷ്മെന്റായി അവർ കൊടുത്തത്. എങ്ങോട്ടാണ് സ്ഥലം മാറ്റിയത്? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്റെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റുന്ന ഒരു നടപടിയാണ് എന്ന് ഒരു നാണവും ഇല്ലാതെയാണ് അവിടുത്തെ IG ഉൾപ്പെടെ ആളുകൾ പറഞ്ഞത്. ഈ വിവരാവകാശ പ്രകാരം സുജിത്ത് നടത്തിയ 2 വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമായി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ജനമനസാക്ഷി ആകെ മരവിച്ചെന്നപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ ഇന്ന് ജനങ്ങൾ എങ്ങനെയാണ് എറണാകുളത്ത് സമാനമായ ഒരു സംഭവം ഉണ്ടാകുന്നു. കുടിവെള്ളം ചോദിച്ചതിന്റെ പേരിൽ CPM-കാരനാൽ മർദ്ദിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പരാതി പറയാൻ വേണ്ടി എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ പ്രതികളുടെ സാന്നിധ്യത്തിൽ പോലീസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നു. ഇന്നലെയും ഇന്നും മെലിഞ്ഞാന്നുമായി കേരളത്തിലെ ദൃശ്യം പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തെല്ലാം? കേരളത്തിൽ പോലീസ് അക്രമത്തിൽ പരിക്കേറ്റ ആളുകളുടെ ഒരു വലിയ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു. പോലീസുകാർ ഒന്നും ആലോചിക്കണം, നിങ്ങൾ ഈ അടി കിട്ടിയ, ഈ ക്രൂരമർദ്ദനത്തെ ഏറ്റുവാങ്ങിയ സുജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഷർട്ട് ഇളക്കാൻ സർക്കാർ കൂലിയിരുന്നത്, നിങ്ങളുടെ ചെരുപ്പ് പോളിഷ് ചെയ്യാൻ സർക്കാർ കൂലിയിരുന്നത്. സുജിത്ത് ഉൾപ്പെടെ നിങ്ങളുടെ ക്രൂരമായ അക്രമത്തിൽ ഇരയാക്കപ്പെട്ട സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നതും നിങ്ങൾക്ക് ഓണത്തിൽ അലവൻസ് തന്നതും നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ആനുകൂല്യവും സാധാരണക്കാരന്റെ നികുതി പണമാണ് എന്ന് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ ഈ കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്തോ അമാനുഷികരായി എന്നുള്ള ചിന്ത നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് നിയമം ബാധകമല്ല, പിന്നെ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന് പുച്ഛമാണ്. സാധാരണക്കാരൻ പരാതി പറയാൻ കയറി വരുന്ന സാധാരണക്കാരന്റെ മുമ്പിൽ നിങ്ങളെ ഓച്ചാരിച്ചു നിൽക്കണം. നിങ്ങളോട് സാറേ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് അകത്ത് കയറാവൂ. നിങ്ങൾ കുട്ടിയടക്കപ്പെട്ട പോലീസ് സ്റ്റേഷനുകളായി മാറുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഹങ്കാരം കൂടി വരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, സാധാരണക്കാരൻ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തെ ബഹുമാനിക്കുന്നുണ്ട്. ഈ വസ്ത്രം ഊരി വെച്ചാൽ നിങ്ങളും സാധാരണക്കാരനും ഒരുപോലെയാകും. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും പറഞ്ഞില്ലേ, സുജിത്തിനെ അടിച്ച് 5 ആളുകൾ ഡിസ്മിസ് ചെയ്യപ്പെടേണ്ടി വരും. ആ ഡിസ്മിസ് ചെയ്യപ്പെട്ട് അവർ ആ പോലീസിന്റെ അധികാര ചിഹ്നം ഊരി വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസമാണ് നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തി കാണാൻ വേണ്ടി പോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നാളെ ഈ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, നിങ്ങളുടെ ഭാര്യയും മക്കളെയും കൂട്ടി നടന്നു പോകുമ്പോൾ പറയില്ലേ, സുജിത്തിനെ ആക്രമിച്ച ക്രൂരന്മാരായാണ് അത് നടന്നു പോകുന്നത്. നിങ്ങളുടെ മക്കളും ഭാര്യയും നടന്നു പോകുമ്പോൾ എന്താ ആളുകൾ പറയുക? സുജിത്തിനെ ആക്രമിക്കാൻ കൂടെ നിന്ന
കേരളത്തിലെ നിയമ സംവിധാനം വെല്ലുവിളിക്കാൻ കൂട്ടുന്ന പോലീസുകാരന്റെ ഭാര്യയാണ് നടന്നു പോകുന്നത്, മക്കളാണ് നടന്നു പോകുന്നത്. പൊതുസമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തും. നിങ്ങൾ നാളെ തെരുവിലേക്ക് ഇറങ്ങി, മാർക്കറ്റിലേക്ക് ഇറങ്ങി സാധനം വാങ്ങാൻ സാധാരണ ഡ്രസ് ഇട്ട് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ഇതൊക്കെ കണ്ട് ഇതിനോടൊക്കെ പ്രതികാരം ചെയ്യണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ആൾ വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ തല്ലിയതുപോലെ തിരിച്ചു തല്ലിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? നിങ്ങൾ ഇട്ടിരിക്കുന്ന അധികാരത്തിലെ ചിഹ്നങ്ങൾ ഊരിവെക്കുന്ന ഒരു കാലമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് കതറിട്ട് തുടങ്ങിയത് രാഷ്ട്രീയ പ്രവർത്തനം. ആ ശുചിത്വം മരിക്കുന്നവരെ കതറിടും. നിങ്ങൾക്ക് കൂടി വന്നാൽ 57 വയസ്സ് വരെ പോലീസ് അധികാരം ഉപയോഗിക്കാൻ മാത്രമേ നിലവിലെ സാഹചര്യമുള്ളൂ. 57 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളും തെരുവിലേക്ക് ഇറങ്ങണം, നിങ്ങളും സാധാരണക്കാരനായി ജീവിക്കണം. അങ്ങനെ പക ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ? പതിവരെ നിങ്ങൾക്ക് തലമുറക്കാർ ഒന്ന് കവി പാടിയ പോലെ പ്രതികാരം മനസ്സിൽ സൂക്ഷിച്ച ആരെങ്കിലും നിങ്ങൾക്ക് പുറകെയുണ്ടെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ പരിശോധിക്കൂ. ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതം ഭീതിപ്പുറത്തായിരിക്കും. ബാക്കിയുള്ള അന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ഇന്ന് അധികാരം കൊണ്ട് ചവിട്ടിത്തേച്ച നിങ്ങളുടെ ഷൂ ഉണ്ടാകില്ല, ലാത്തി കൊണ്ട് അടിക്കാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ലാത്തി ഉണ്ടാകില്ല, നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്ന നിങ്ങളുടെ നക്ഷത്ര ചിഹ്നവും നിങ്ങളുടെ തൊപ്പിയും ഉണ്ടാകില്ല. തൊപ്പി വെക്കുന്ന കാലം വരെ മാത്രമേ, തോളത്ത് നക്ഷത്ര ചിഹ്നമുള്ള കാലം വരെ മാത്രമേ നിങ്ങൾക്ക് അധികാരം ഉണ്ടാകൂ എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് അധികാരത്തെ, നിങ്ങളുടെ അവകാശങ്ങളെ സാധാരണക്കാരന് വേണ്ടി കേരളത്തിലെ ഇന്ത്യയുടെ നിയമ സംവിധാനത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ പോലീസിംഗ് നടപ്പാക്കാൻ ഇറങ്ങിയാൽ കേരളം പ്രതിരോധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മർദ്ദനത്തിലുണ്ടാകുന്ന വിഷയത്തിൽ കേരളത്തിലെ പൊതുമനസാക്ഷി പോലീസിനെ തിരിച്ചത്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തയുണ്ട്. ഓരോ ദിവസവും എത്ര സംഭവങ്ങൾ ഇന്നലെ പുറത്തൊരു വാർത്ത എന്താണ്? ഒരു സാധാരണക്കാരൻ പറയാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കാലിലെ പെരുവിരലിൽ ചവിട്ടിപ്പിടിച്ച് ഷൂ കൊണ്ട് എന്നിട്ട് അദ്ദേഹത്തെ തള്ളി മാറ്റി ആ വിരൽ ഉൾപ്പെടെയാണ് പറഞ്ഞു പോയത്. പോലീസുകാരന്റെ ബൂട്ടിനടിയിലാണ് ആ മനുഷ്യന്റെ പെരുവിരൽ ഉണ്ടായിരുന്നത്. മനുഷ്യന്റെ വിരല് പറിച്ചു കൊടുക്കുന്ന പൂരം 31 പ്രാവശ്യമാണ് സുജിത്തിന്റെ കാലിന്റെ അടിയിൽ ലാത്തി കൊണ്ട് മർദ്ദിച്ചെന്ന സുജിത്ത് പറഞ്ഞത്. ലാത്തി കൊണ്ട് മർദ്ദിക്കുന്ന, സ്വകാര്യ ഭാഗങ്ങളിൽ മുളക് തേക്കുന്ന, ലാത്തി കൊണ്ട് ഉരുട്ടിക്കൊല്ലുന്ന ഒരു സംസ്കാരത്തിലേക്ക് നിങ്ങൾ എങ്ങനെ വേണം? നിങ്ങൾക്ക് അച്ഛനും അമ്മയുമുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങൾക്ക് ഭാര്യയുണ്ട്. ഈ പറയുന്ന ഏത് അക്രമത്തിനും ഇന്നല്ലെങ്കിൽ നാളെ അവരാരെങ്കിലും അതിനിരയായപ്പെട്ടാലേ നിങ്ങൾക്ക് ഈ വേദന മനസ്സിലാകൂ. ലാത്തിയെടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ലാത്തിയെടുത്ത് ഹെൽമെറ്റ് വെച്ച് പിന്നെ ചട്ടയും ഇട്ട് ഒരു മാർച്ചിനെ, ഒരു പ്രതിഷേധത്തെ തടയാൻ വേണ്ടി നിൽക്കുമ്പോൾ അതുപോലെ ഞങ്ങളും ഹെൽമെറ്റും വിട്ട് കയ്യിൽ നല്ലൊരു വടിയുമായി വന്ന് ഞങ്ങളും തല്ലാൻ നിന്നാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ആർക്ക് കഴിയും? നിങ്ങൾക്ക് തരുന്ന ചില പ്രിവിലേജുകൾ, നിങ്ങൾക്ക് തരുന്ന ചില ബഹുമാനങ്ങൾ ഞങ്ങളങ്ങ് വേണ്ട എന്ന് വെച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ആർക്ക് കഴിയും? നിങ്ങൾക്ക് കൊല്ലാനും അല്ലെങ്കിൽ ഉരുട്ടിക്കൊല്ലാനൊക്കെ അധികാരമുള്ളതുപോലെ നിങ്ങളെയും അതുപോലെ സംഘടിതമായി ആക്രമിക്കണമെന്ന് കേരളത്തിലെ പൊതുജനം തീരുമാനിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിലെ പോലീസ്, പിണറായി വിജയൻ പോലീസ് ഇതിനൊക്കെ സംരക്ഷണം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഇതിനെ ക്രൂരമായ അക്രമത്തിനെതിരെ പോലീസിനെ സംരക്ഷിക്കുക. എന്ത് തെറ്റ് ചെയ്താലും CPM ആയി വളർന്നു വരുന്ന, SFIയും DYFI ആയി വളർന്നു വരുന്ന ആളുകളെ പോലീസിൽ എടുക്കുക എന്ന പോലീസ് സിസ്റ്റം നമ്മൾ കണ്ടില്ലേ? തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്തിൽപ്പെട്ട ഒന്നാം പ്രതി മനുഷ്യന്റെ മുഖവും പിശാചിന്റെ ശരീരവുമായി നടക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് ഹൃദയമില്ല, നിങ്ങൾ ആരെയും തല്ലും. നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ വിരോധത്തിന്റെ പേരിൽ, വ്യക്തിവിരോധത്തിന്റെ പേരിൽ, സാമ്പത്തിക ലാഭത്തിന്റെ പേരിൽ, മറ്റെന്തെങ്കിലും ലാഭത്തിന്റെ പേരിൽ ഒരു മനസാക്ഷിയുമില്ലാതെ ആരെയും ഏത് ക്രൂരമായ മർദ്ദനത്തിനും നടത്താൻ മടിയില്ലാത്ത കാട്ടാളന്മാരായി നിങ്ങളെ ഇന്ന് പോലീസുകാരെ ഇന്ന് പൊതുസമൂഹം നോക്കി കാണേണ്ട സാഹചര്യം ആരാക്കിയത്? നിങ്ങളെ കൂടത്തിൽപ്പെട്ട ആളുകൾ. ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും മോശക്കാരാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളിൽ വലിയൊരു പങ്ക് മോശക്കാരുണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആളുകളെ മനസ്സാക്ഷിയില്ലാതെ മർദ്ദിപ്പിക്കുന്ന, സാമ്പത്തിക ലാഭത്തിന്റെ പേരിൽ ആരെയും ഏത് കള്ളക്കേസിലും കൊടുക്കാൻ മടിയില്ലാത്ത ആളുകളായി പോലീസിനകത്ത് ഒരു സംഘം ക്രിമിനൽ വളർന്നു വരുന്നു. കഴിഞ്ഞ 9 വർഷക്കാലത്തിനകത്ത് പിണറായിയുടെ ഭരണക്കാലത്തിനകത്ത് അങ്ങനെ താങ്ങാൻ കഴിവുള്ളവരായി നിങ്ങൾ മാറില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതു മനസ്സാക്ഷിയുടെ ചിന്ത ഇന്ന് പോലീസിനെതിരാണ്. നിങ്ങൾ ഷൂവിട്ട്, ഡ്രസ്സിട്ട്, കാക്കി ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് വണ്ടി കാണുമ്പോൾ സാധാരണക്കാരന് ഒരു കാലത്തിന് പ്രതീക്ഷയുണ്ട്. ഇനി അക്രമം ഉണ്ടാകില്ല, ഇനി നീതി നടപ്പാക്കും, നീതിയുടെ കേന്ദ്രമാണ് പോലീസ് സ്റ്റേഷൻ എന്ന് കരുതിയൊരു കാലമുണ്ട് കേരളത്തിൽ. പക്ഷേ ഇന്ന് പോലീസ് വണ്ടി കാണുമ്പോൾ ആളുകൾ ഒളിച്ചു പോവുകയാണ്. പോലീസുകാരെ കാണുമ്പോൾ ഭീതിയോടെ ആളുകൾ മാറിപ്പോവാണ്. പരാതി പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ആൾക്ക് വരാൻ മടിയാണ്. മലപ്പുറത്തെ നടന്ന സംഭവം എന്താ? തിരൂരിൽ പരാതി പറയാൻ വന്ന സ്ത്രീയെ SI പീഡിപ്പിക്കുന്നത് മാത്രമല്ല, SI DYSPക്ക് കാഴ്ചവെച്ച സംഭവം ഉണ്ടായിട്ടില്ലേ മലപ്പുറത്ത്? പരാതി പറയാൻ വേണ്ടി സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ
പേടിയാവുന്ന സാഹചര്യം ഉണ്ടായി. രാജ്യത്തിലുള്ള സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിന് മടിയില്ലാത്ത ആളുകളെ പോലീസ് മാറുന്നു. പരാതി പറയാൻ വരുന്ന ആളുകളെ അവരുടെ കീശയിലെ പണത്തിന്റെ കെട്ടിന്റെ അളവനുസരിച്ച് അളക്കുന്ന ആളുകളെ പോലീസ് മാറുന്നു. പരാതി പറയാൻ വരുന്ന ആളുകളുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അവരെ അളക്കുന്ന ആളുകളെ പോലീസ് മാറുന്നു. അതുകൊണ്ട് സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ കയറാൻ മടിയാകുന്നു. ആഹ്വാനിച്ചു പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയക്കാരുണ്ട്, നിങ്ങളിൽ രാഷ്ട്രീയക്കാരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം ഇവിടെ എന്താ രാഷ്ട്രീയം സ്വന്തം സ്റ്റാറ്റസിൽ വെക്കാൻ മടിയില്ലാത്ത പോലീസുകാർ ഈ പേരാവൂർ പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ സ്റ്റാറ്റസിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ അധികാരമേൽക്കുമ്പോൾ, നിങ്ങൾ പോലീസാകുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കഴിയുക? നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ പുറത്ത് വെച്ച് വേണം സ്റ്റേഷനകത്തേക്ക് കയറാൻ വേണ്ടി. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് വേണം പോലീസിന്റെ കുപ്പായം എടുത്തിടാൻ വേണ്ടി. രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് ശുചിത്വം ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ ആയിരക്കണക്കിന് സാധാരണക്കാരനെ തല്ലിയും കൊന്നും അവസാനിപ്പിക്കാമെന്ന് കരുതുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ, അല്ല നിങ്ങളുടെ തീരുമാനങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം. ഈ പരിപാടി പോലീസിന്, കേരളത്തിലെ മാതൃകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം പോലീസിന് മോശക്കാരായി ചിത്രീകരിക്കുന്നത് നിങ്ങളുടെ ഇടയിലുള്ള പുഴുക്കുത്തുകളാണ്, നിങ്ങളുടെ ഇടയിലുള്ള അഴിമതിക്കാരാണ്, നിങ്ങളുടെ ഇടയിലുള്ള രാഷ്ട്രീയ തിമിരം ബാധിച്ച കമ്മ്യൂണിസ്റ്റ് പോലീസാണ്, നിങ്ങളുടെ ഇടയിലുള്ള നീതിബോധമില്ലാത്ത, രാക്ഷസചിന്തയുള്ള, മതബോധമില്ലാത്ത അല്ലെങ്കിൽ പൊതുബോധമില്ലാത്ത പോലീസാണ്. ആ പോലീസിനെതിരെയാണ് ഈ പ്രതിഷേധം. ഈ പ്രതിഷേധം കൊണ്ട് ഈ പ്രതിരോധം കൊണ്ട് നിങ്ങളുടെ ക്രൂരതകൾ അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഭാവിയിൽ നാളുകളിൽ വലിയ പ്രതിഷേധമായി തെരുവുകളിൽ നിങ്ങൾ എങ്ങനെയാണോ സാധാരണക്കാരനെ പോലീസ് സ്റ്റേഷന്റെ ഇരുണ്ട റൂമുകളിൽ നേരിടാൻ തയ്യാറാകുന്നത്, അതേ രീതിയിലുള്ള അക്രമം നിങ്ങൾക്കെതിരെ തെരുവുകളിൽ സംഘടിപ്പിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് മാത്രം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുചിത്വം ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ സാധാരണക്കാരൻ പോലീസിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ക്രൂരമായ അക്രമങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. എല്ലാ കാലത്തും നിങ്ങളെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ഉണ്ടാകില്ല. എല്ലാ കാലത്തും നിങ്ങളെ സംരക്ഷിക്കാൻ ഈ ഇടതുപക്ഷ ഭരണം ഉണ്ടാകില്ല. ഓർത്തിരുന്നോളൂ, നിങ്ങൾ ചെയ്ത ഓരോ കുറ്റകൃത്യങ്ങളും എണ്ണി നിങ്ങളെ കൊണ്ട് പകരം ചോദിക്കുന്ന, നിങ്ങൾക്ക് ശിക്ഷ നൽകുന്ന ഒരു ജനാധിപത്യ ബോധമുള്ള കേരളം ഇനി വരാൻ വലിയ കാലം ഉണ്ടാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഷഫീർ ചെക്കിയാത്ത്, ഏറെ ബഹുമാനായ DCCയുടെ ഉപാധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട സ്റ്റീവ് ജെയിംസ്, ഏറെ ബഹുമാനരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശ്രീ സുരേഷ് ചാലാറത്ത്, പൊയ്യൽ മുഹമ്മദ് ഖാൻ, ശ്രീ സുഭാഷ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് KPCCയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ജനകീയ വിചാരണ നടന്നു വരികയാണ്. ഇവിടെ സുദീപ് സൂചിപ്പിച്ചു കഴിഞ്ഞു എന്തിനു വേണ്ടിയാണ് ഈ ജനകീയ വിചാരണ നടത്തുന്നത് എന്ന്. സുദീപ് ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ ഇവിടെ വളരെ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, പോലീസും ജനങ്ങളും തമ്മിൽ വളരെ നല്ല രീതിയിലൊരു ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ജനമൈത്രി പോലീസാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നട്ടെല്ലില്ലാത്ത പിണറായി വിജയൻ നാട് ഭരിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുമായി നടക്കുന്ന പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടി തല കുമ്പിട്ട് ഓച്ചാനിച്ചു നിൽക്കുന്ന പോലീസിന്റെ ഒരു വിഭാഗം ആളുകളെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, പോലീസ് സ്റ്റേഷനകത്തേക്ക് ഒരു സാധാരണക്കാരൻ ഒരു പരാതിയുമായി കടന്നു ചെന്നാൽ ആ പരാതിയുടെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിച്ച് അതിനനുസൃതമായി നടപടി സ്വീകരിക്കുന്നതിന് പകരം CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും പറയുന്നതിനനുസരിച്ച് മാത്രം പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന പോലീസുകാരായി കേരളത്തിലെ പോലീസുകാർ മാറുന്ന ഒരു നാണംകെട്ട കാഴ്ച നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെ പോലീസുകാര് എല്ലാ ആളുകളും മോശക്കാരാണ് എന്ന് പറയുവാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. എന്നാൽ പോലീസുകാരുടെ ഉള്ളിലുള്ള ക്രിമിനലുകൾ, CPMന്റെ ഗുണ്ടാവേല ചെയ്യുന്ന ആളുകൾ
ഈ പോലീസിനകത്തുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താതിരിക്കുവാൻ സാധിക്കുകയില്ല. സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ചെയ്ത തെറ്റെന്താണ്? ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെതിരെ കുന്നംകുളത്തുള്ള SI അടക്കമുള്ള നുഹ്മാൻ, ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ ഉൾപ്പെടെയുള്ള പോലീസുകാർ ചാർത്തിവെച്ച എന്തായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ? മദ്യപിക്കാത്ത സുജിത്തിനെതിരെ മദ്യം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്തതിനെതിരായിട്ട് സുജിത്ത് അവിടെ സംസാരിച്ചതിന്റെ പേരിൽ സുജിത്തിനെ പോലീസ് വണ്ടിയിൽ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ ശരീരത്ത് കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ ആചാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ പൂണൂല് വലിച്ചു പൊട്ടിക്കുകയും ലോക്കപ്പിനുള്ളിലിട്ടിട്ട് അദ്ദേഹത്തെ അകാരണമായിട്ട് മർദ്ദിക്കുകയും ചെയ്ത CCTV ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെ നിയമ പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഈ പോലീസുകാർ ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. സുജിത്തിന്റെ നിരന്തരമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, എത്രയോ തെളിയിക്കാതെ കിടക്കുന്ന കേസ് കെട്ടുകൾ, പോലീസുകാർ ലാത്തി ചാർജ് ഉപയോഗിച്ച് പോലീസുകാരുടെ മൂന്നാം മുറി ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരനെ ആക്രമിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതാ ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പോലീസുകാരെ, ഈ പേരാവൂർ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടെ പോലീസിലെ CPMന്റെ മാർക്സിസ്റ്റുകാരുടെ അടിവസ്ത്രം അലക്കി കൊടുക്കുന്ന പോലീസുകാർ ഈ പേരാവൂർ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കൂടിയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, ഞങ്ങൾ അങ്ങനെ തന്നെ പറയും, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു പരാതി വന്നപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ DYSPയുടെ ഓഫീസിനകത്ത് ഇരുന്നു കൊണ്ട് രമേശൻ എന്ന് പറയുന്ന നെറികെട്ട നാറിയിട്ട ഒരു പോസ്റ്റ് ഞങ്ങൾ ശ്രദ്ധിക്കുവാനിടയുണ്ടായി. രമേശന് ഒരു വിചാരമുണ്ടാകും, ഞാൻ ഒരു വർഷം കഴിഞ്ഞാൽ അങ്ങ് പെൻഷൻ പറ്റി പോകും, അത് കഴിഞ്ഞാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ രമേശ നീ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിനക്കെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മാസം 8 കഴിഞ്ഞാട്ടെ ഈ അധികാരം നട്ടലില്ലാത്ത നിങ്ങൾ ഇരട്ടച്ചങ്കരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പോനോളം പുകഴ്ത്തിക്കൊണ്ട് നിങ്ങൾ നെഞ്ചാറ്റി നടത്തുന്ന പിണറായി എന്ന് പറയുന്ന പരനാറിയുടെ ഭരണം അവസാനിക്കാൻ ഇനി നാഴികകൾ മാത്രമാണ് ബാക്കി. ആ ഭരണം ഒന്ന് അവസാനിച്ചോട്ടെ. ഇവിടെ നുഹ്മാനെ പോലെയുള്ള, ശശീന്ദ്രനെ പോലെയുള്ള, സജീവനെ പോലെയുള്ള, സന്ദീപിനെ പോലെയുള്ള പോലീസ് ഡ്രൈവർമാരായി തിരിക്കുന്ന നട്ടലില്ലാത്തവന്മാരെ പോലെയുള്ള പോലീസുകാരെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്, ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാശിയുടെ പുറത്ത്, വൈരാഗ്യത്തിന്റെ പുറത്ത് ഞങ്ങളൊരു പ്രകടനം വെച്ചാൽ ആ പ്രകടനത്തിനെതിരെ കേസ് നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരോടൊക്കെയാണോ വൈരാഗ്യമുള്ളത് ആ വൈരാഗ്യമുള്ള ആളുകളുടെ പേരുകൾ എഴുതി ചേർത്തുകൊണ്ട് നിങ്ങൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ പിണറായിയുടെ 2ാം ഭരണം കിട്ടിയതുകൊണ്ട് 3ാമത് ഭരണം കിട്ടുമെന്നുള്ള വ്യാമോഹത്തിൽ CPMനെ അനുകരിക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാർ പോലും ചെയ്യാത്ത തരംതാണ PR വർക്കുകൾ ചെയ്യുന്ന പോലീസുകാരാ നിങ്ങളൊന്നോർത്തോ. നിങ്ങളുടെ നാളുകളും എണ്ണപ്പെട്ട് കഴിഞ്ഞു. നല്ല രീതിയിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. ഞങ്ങൾ ഒരാവശ്യവുമായി അത്തരത്തിലുള്ള പോലീസുകാർ ഈ കേരളത്തിലുണ്ട്. പേരാവൂർ പോലീസ് സ്റ്റേഷനകത്തുണ്ട്. എനിക്കൊരു കാര്യം, എന്റെ ഒരു അടുത്ത സുഹൃത്താണ്, പോലീസിൽ ജോലി കിട്ടിയ ഒരു കുട്ടിയാണ്. അവനെ CPMന്റെ അസോസിയേഷനിൽ ചേരാത്തതിന്റെ പേരിൽ ഈ നാടൊട്ടിക്ക് ഓടിക്കുന്ന ഒരു കാഴ്ച പോലീസുകാരുടെ ഇടയിൽ നമ്മൾ കണ്ടുവരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പിണറായി വിജയന് താങ്ങിക്കൊടുക്കുന്ന പോലീസുകാരായി നിങ്ങൾ മാറരുത്. നിങ്ങൾ KKG സെന്ററിൽ നിന്നല്ല ശമ്പളം തരുന്നത്, ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരന്റെ നികുതി പണം എടുത്തുകൊണ്ടാണ് നിങ്ങൾ ശമ്പളം കൈപ്പറ്റുന്നത് എന്ന് ഓർക്കുക. നിങ്ങൾക്ക് പോലീസിന്റെ യൂണിഫോം അഴിച്ചു വെച്ചുകൊണ്ട് രമേശിനെ പോലെയുള്ള പോലീസുകാർ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് അവരുടെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളുടെ നേതാക്കന്മാർ ചെയ്ത തെറ്റുകൾ അത് നിയമത്തിന് അനുശാസിക്കുന്നതാണെങ്കിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ തന്നെ മുൻപന്തിയിൽ നിൽക്കും. അല്ലാതെ മുകേഷിനെ പോലെ, ഗണേഷ് കുമാറിനെ പോലെ, AK ശശീന്ദ്രനെ പോലെ മന്ത്രിസഭയ്ക്കകത്തും
നിയമസഭയിൽ MLA-യുമായി പിണറായി വിജയൻ വാഴിക്കുന്നത് പോലെ വാഴിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഗർഭം കലക്കിയ കഥകൾ നിങ്ങൾ മുകേഷിനെതിരെ പ്രസ്താവിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനെതിരെ പറയാത്തത്? അതാണ് പറയുന്നത്, പോലീസുകാർ എന്നും നിഷ്പക്ഷമതികളായി നിൽക്കേണ്ടതിന് പകരം നിയമപാലകരാകേണ്ടതിന് പകരം CPM-ന്റെ മൂടുതാങ്ങുകളായിട്ട് മാറിയ എന്തെല്ലാം കഥകളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഗർഭിണിയായ സ്ത്രീയുടെ മുൻപിൽ വെച്ച് ഭർത്താവിനെ പീഡിപ്പിക്കുക, മർദ്ദിപ്പിക്കുക, അതുപോലെയുള്ള മൂന്നാം മുറകൾ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രകടനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ അതിശക്തമായ സമര പോരാട്ടത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും ഇത്തരത്തിലുള്ള സമര പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ടേക്ക് വന്നിട്ടുള്ളത്. ഒരു പോലീസുകാരനും അന്യായമായി ഏതെങ്കിലും ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവത്തിന് കൂട്ടുനിൽക്കുവാൻ ഞങ്ങൾ ഉണ്ടാകില്ല. നിങ്ങൾ ചെയ്യുന്ന ന്യായമായ കാര്യങ്ങൾ, അതേത് പോലീസാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ന്യായങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന അന്യായമായ കാര്യങ്ങൾക്ക്, സാധാരണക്കാരനെ നിങ്ങൾ സമീപിക്കുന്ന രീതികൾക്ക് നിങ്ങൾ പിണറായി വിജയന്റെ രാഷ്ട്രീയവുമായി മുൻപോട്ടേക്ക് വന്നാൽ സുധീർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചടിക്കാൻ ഞങ്ങളും ഒരുക്കമായിട്ടാണ് നിൽക്കുന്നത് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് സുജിത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം ആ പോലീസുകാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ ഞങ്ങൾ ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രമേശിനെ പോലെയുള്ള പോലീസുകാർക്ക് താക്കീത് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള വ്യാപകമായി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തില് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പ്രിയപ്പെട്ട കുന്നംകുളത്തെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ലോക്കപ്പിലിട്ടും അതുപോലെ തന്നെ വണ്ടിയിൽ വെച്ചു CCTV ഇല്ലാത്ത മേഖലകളിലുമെല്ലാം വെച്ച് മൃഗീയമായ രീതിയിൽ മർദ്ദിക്കുകയും അദ്ദേഹത്തെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. കൂടാതെ മദ്യം കഴിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തു, അല്ലെങ്കിൽ പോലീസിന്റെ അധികാരത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രക്തസാമ്പിളെടുത്ത് പരിശോധനയും നടത്തിയപ്പോൾ അദ്ദേഹം ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ആ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ പേരിലെടുത്ത നടപടികളെ കുറിച്ച് പ്രതിഷേധിക്കുന്നതിന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് സംഘടനകളുമെല്ലാം ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായി കേരളത്തിന്റെ സദസ്സുകളിലെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് വിവരാവകാശ നിയമപ്രകാരം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ CCTV പൊതുദർശനത്തിന് കൊടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം ആ CCTV ദൃശ്യങ്ങൾ ലഭ്യമായി. അത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ആ CCTV കാണിച്ചുകൊണ്ട് കേരളത്തിലെ മനസാക്ഷിയെ തൊട്ടുമുട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് ഇവിടെ നിന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം നികുതി പണമെടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന പോലീസുകാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ദുർചെയ്തികൾ ചെയ്തിട്ടുള്ളത്. അവർക്കെതിരെ പ്രതിഷേധിക്കുക, അവരെ ജനങ്ങളെ മുന്നിൽ തുറന്നു കാണിക്കുക, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ഐതിഹാസികമായ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM തോൽപ്പിക്കുന്ന ഭരണം നടത്തുന്ന പിണറായി വിജയനെ ജനാധിപത്യം പ്രസംഗിക്കുകയില്ലാതെ ജനാധിപത്യത്തോടോ ഇന്ത്യയുടെ ഭരണഘടനയോടോ ഒരു കൂറുമില്ലാത്ത ആ മനുഷ്യൻ കേരളം ഭരിക്കുമ്പോൾ ഒരു രീതിയും ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടില്ല എന്ന് നമുക്കറിയാം. ഒരു വണ്ടിയും വേണ്ട, എനിക്ക് എസ്കോർട്ടും വേണ്ട, ഒരു പോലീസും വേണ്ട എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിന്റെ തെരുവിലൂടെ നടക്കുമ്പോൾ 40-50 വണ്ടി പോലീസ് അവർക്ക് പിന്നിലും മുന്നിലുമായി എസ്കോർട്ട് നടക്കാൻ ഉള്ള ഒരു ഗതികേടിലാണ് കേരളത്തിലെ പോലീസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാം ഉള്ളത്. നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്ന നേതാവാണ് പിണറായി വിജയൻ. 975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം
കേരളത്തിലെ നിയമസഭയിൽ ഉയർത്തി കാണിച്ച ശക്തി കാണിച്ചുകൊണ്ട്, രക്തഭംഗിരമായ ശക്തി കാണിച്ചുകൊണ്ട് എന്താണ് ഈ സംഭവം എന്നറിയോ? കേരളത്തിലെ കണ്ണൂരിലെ ലോക്കപ്പിനകത്തേക്ക് പിണറായി വിജയനെ വലിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പിണറായിയുടെ ലോക്കപ്പിലേക്ക് കടന്നു വന്ന് തന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിജയൻ എന്ന് പറഞ്ഞത് എന്ത് വിജയനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്റെ മുണ്ടൂരി, പിന്നീട് എന്റെ ഷർട്ടൂരി, അതുപോലെ ഞാൻ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ലോക്കപ്പിനകത്തിട്ട് എന്നെ ക്രൂരമായി നിർദ്ദിച്ചു. അതിന്റെ പരിണിതഫലമാണ് എന്റെ ഷർട്ടില് എന്ന് നിയമസഭയുടെ അകത്തടങ്ങളിൽ പൊക്കി കാണിച്ചുകൊണ്ട് പ്രസംഗിച്ച നേതാവായ പിണറായി വിജയൻ ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ ഉരുട്ടിക്കൊല്ലുന്ന, കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകളെ തല്ലിക്കൊല്ലുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറേണ്ട നാണം കെട്ട ഭരണത്തിലേക്കാണ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജൂലി സൂചിപ്പിച്ചു മാക്കൂട്ടത്തിന്റെ സംഭവങ്ങൾ. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. അന്തരീക്ഷത്തിലുള്ള ഗർഭം അന്വേഷിച്ച് നടക്കുക കേരളത്തിലെ പോലീസ്. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനേക്കാൾ കുറച്ചുകൂടി കേസന്വേഷിക്കുന്ന മേലെയുള്ള ഒരു വിഭാഗമാണ് സ്പെഷ്യൽ ബ്രാഞ്ച്. ആ സ്പെഷ്യൽ ബ്രാഞ്ച് അന്തരീക്ഷത്തിലെ ഗർഭം അന്വേഷിച്ച് നടക്കുക. എവിടെയാ ഗർഭത്തെ ശിശു, എവിടെയാണ് ആ ഗർഭമുള്ളതെന്ന് അന്വേഷിച്ചുകൊണ്ട് ആരാണ് ഇതിന് ഉത്തരവാദിയെന്ന് ഒരു പരാതി പോലും ഇല്ലാത്ത കേസിൽ നാണം കെട്ട് നടക്കുന്ന ഈ പോലീസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട എന്നെ ശ്രമിക്കുന്ന പോലീസുകാരാ, UDF നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഈ ഗർഭം പ്രസവിക്കാൻ പോവുക. 8 മാസം കഴിയുമ്പോൾ ഈ ഗർഭം കേരളത്തിൽ പ്രസവിക്കും. അത് കേരളത്തിലെ UDF മുഖ്യമന്ത്രിയായി പ്രസവിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ നാരിയ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തില് ഇത്തരത്തിലുള്ള ഏത് സമരം നടത്തിയാലും ഒരു പോലീസുകാരനെയും ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുകൂടി ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള നാളുകൾ കേരളത്തിൽ ഉണ്ടാവും. ആ നാളുകൾ നിങ്ങൾക്ക് വലിയ ഈ പ്രതിഷേധ സദസ്സ് അതിനായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ഷഫീർ ചെക്കിയാത്ത്, ഈ പ്രതിഷേധ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ ഉപാധ്യക്ഷൻ ശ്രീ സുജി ജെയിംസ്, വളരെ വിശദമായി ഇവിടെ സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ ജൂബിലി ചാക്കോ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ SEC മെമ്പർ ശ്രീ സുരേഷ് സാറാൻസ്, ശ്രീ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ കോൺഗ്രസുകാരെ സുഹൃത്തുക്കൾ, നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ അർപ്പിച്ചുള്ളതായിട്ട്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയുള്ള സാഹചര്യം വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ പോലീസിനെ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് വളരെയേറെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ സമീപകാലത്തുണ്ടായിട്ടുള്ള പല വിഷയങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് CCTVയിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പോലീസിനെ എങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് എന്ന് ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ജനസമൂഹത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജോലിക്കാരനാണ് ജോലി. എനിക്കറിയാം, നമ്മുടെ പ്രദേശത്തൊക്കെ ഒട്ടനവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പലരെയും അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ അഡ്രസ് എന്താണ്, അവരുടെ വീട് എവിടെയാണ്, ആരാണ്, എന്താണെന്നൊക്കെ പൊതുപ്രവർത്തകരായിട്ട് ഞങ്ങളോട് ചോദിക്കുമ്പോൾ വളരെ 100% അത്തരം ആളുകളെ കാണിച്ചു കൊടുക്കാനും പേര് വന്നു കൊടുക്കാനും അല്ലെങ്കിൽ അത്തരം ആളുകളോട് പറയാനും ഒക്കെ അവരെ കൂട്ടിപ്പോയിക്കൊണ്ട് കക്ഷികൾ കാണിക്കാനൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ സാധാരണ എന്നെ പോലുള്ള സാധാരണ പ്രവർത്തകർ. അത്തരം ആളുകളിൽ നിന്ന് വളരെ ഭയനിഷ്ഠതയോടുകൂടിയാണ് പോലീസിനെ കാണുന്നത്. നമുക്കറിയാം, വടകര ഷാഫി പറമ്പിൽ വടകയിൽ വന്നപ്പോൾ പോലീസ് DSPക്കാർ അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ പോലീസ് കാണിച്ച ജാഗ്രതയും വ്യക്തതയൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇത്തരത്തിലുള്ള എടുക്കണം കഷ്ടത്തിലുള്ള വീടുകൾ ചെയ്ത് എന്ന സമീപനമാണ് പോലീസ് എടുത്തത് എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവർ സുജിത്തിനെ മർദ്ദിക്കുമ്പോൾ പല പോലീസുകാർക്കും അവിടെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് മാറി വന്ന ഫോണുകൾ നമുക്ക് കണ്ടതാണ്. ഞാൻ നിങ്ങളും കണ്ടതാണ്. എവിടെ നിന്നാണ് ഈ ഫോണൊക്കെ വന്നത് എന്ന് അന്നാഹാരം കഴിക്കുന്ന സാധാരണക്കാരുടെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ പോലീസ് മനസ്സിലാക്കാം. ഞങ്ങൾക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, പോലീസ് അതിൽ ചുവന്ന പനിയുമൊക്കെ മുകളിൽ കാട്ടി എടുത്തുകൊണ്ട് രാഷ്ട്രീയ പറയുമ്പോൾ കോൺഗ്രസുകാരനെ മാത്രം കഴിയുന്ന പോലീസുകാർ അത് അവരുടെ ഭാവി പ്രവർത്തനത്തിന് ഗുണകരമാവും എന്ന് തോന്നുന്നില്ല. അത്ര പോലീസുകാർ അത് അഴിച്ചുവെച്ച്
പരസ്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടണം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി പ്രദർശിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.